പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ടീമിലെ പോലീസുകാരനെ കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ ജീപ്പ് നിയന്ത്രണം വിട്ടു ഒരു വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആ ദൃശ്യവും ആ വനിതാ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണവും കാണാം. മനസ്സിലാവും പിന്നെ വണ്ടി പറയാൻ പോയത് ഫോളോ ചെയ്ത് വന്നപ്പോ ഇതിലേ കയറിയപ്പോ ഞാനും പുറകെ വന്നു. പുറകെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ വണ്ടി അടിച്ചിട്ട് ഓടിക്കുവാന്നുള്ളത്. യുവമാലയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളത് നോക്കണ്ടേ. നമുക്കൊരു കാശ് കിട്ടിയില്ലെങ്കിലോ ഒരു ഓവർടേക്ക് ചെയ്തെങ്കിലോ നമുക്ക് 500 രൂപ പെറ്റിയാ അവരത് വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടിയേ? നമ്മളെ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവര്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ പോയില്ല. അവരിപ്പോ ചാവി വാങ്ങിച്ചോണ്ട് പോയിരിക്കും, നാളെ എനിക്കായിരിക്കും പറ്റി വരുന്നത്. മനസ്സിലായോ? നമ്മൾ തെറ്റ് പറഞ്ഞെന്ന് അവര് പറയും, അല്ലേ? പത്തനംതിട്ടയിൽ നിന്ന് നിതിൻ തോമസ് ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നിതിൻ, രണ്ട് കാര്യങ്ങളാണ്. ആ സ്ത്രീ ചോദിക്കുന്നത് എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് ഒരു വാഹനത്തിനെ ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു, അത് നമ്മൾ വലിയ വാർത്തയാക്കി കൊടുക്കുന്നു, അതൊക്കെ സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു പോലീസുകാരനാണ്. പോലീസുകാർക്ക് നിയമം ബാധകമല്ലേ? എന്താണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനാണ്. ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത് തന്നെ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡാണ്. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലുള്ള സബ് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട ഒരു തൂഫാൻ പോലെയുള്ള ഒരു വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന സമയത്താണ് ഈ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ മദ്യത്തിന്റെ ലഹരിയിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ഈ ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ നേരെ, അതായത് ഈ ഓട്ടോയുടെ നേരെ വരികയും ആ ഓട്ടോറിക്ഷ ഡ്രൈവർ, വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷപ്പെട്ട് തലനേരെ ഇരിക്കുമാണ്. തുടർന്ന് നാട്ടുകാർ ഈ ജീപ്പ് തടഞ്ഞു വെച്ചതോടെ രംഗം വഷളായും കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ്, പോലീസിനും നിയമം ബാധകമാണ്. നിതിന്റെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഏതായാലും ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനെ, മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഇനി എന്തുണ്ട്? കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പക്ഷേ ഔദ്യോഗികമായി എന്ത് നടപടി വരും എന്നുകൂടി അറിയേണ്ടതുണ്ട്. നിതിൻ തോമസ് ആണ് വിശദാംശങ്ങൾ